കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന പേപ്പറിൽ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ 10ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ദി നെക്സ്റ്റ് 5 years നെറ്റ് ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ABC ലിമിറ്റഡ് ആർ ഗിവൺ ബിലോ. ഫിഗേഴ്സ് ഇൻ 1000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയർ 1, 2, 3, 4, 5. നെറ്റ് ഇൻകം റുപ്പീസ് 8,000, 7,000, 6,500, 6,000 ആൻഡ് 5,000. അതായത് 8,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 lakh ആണ്. ഫിഗേഴ്സ് ഇൻ 1000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 0 എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വാല്യൂസ് തന്നിട്ടുള്ളത്. അപ്പോൾ 80 lakh, 70 lakh അങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. 3,000, 4,000, 4,500, 7,000, 8,000. അപ്പോൾ ഇവിടെ 3,000 × 30 ഇവിടെ എന്ത് വരും? 30 lakh ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. രണ്ടാമത്തെ 40 lakh ആ രൂപത്തിൽ വരും. ദി ഫേം ഹാസ് 10 lakh ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇവിടെ 10 lakh ഇക്വിറ്റി ഷെയർസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് പെർ ഷെയർ ഡിറ്റർമൈൻ ചെയ്യാനാണ്. ഡിറ്റർമൈൻ ഡിവിഡൻഡ് പെർ ഷെയർ, അതായത് നമ്മൾ ഷോർട്ടായിട്ട് അതിനെ എങ്ങനെ പറയും? DPS എന്ന് ഷോർട്ടായിട്ട് പറയും. ഡിവിഡൻഡ് പെർ ഷെയർ കണ്ടെത്തണം. ഈ ഡിവിഡൻഡ് പോളിസി ഈസ് ട്രീറ്റഡ് ആസ് റെസിജ്വൽ ഡിസിഷൻ. റെസിജ്വൽ എന്ന് പറഞ്ഞാൽ ബാലൻസ് ആണ്. റെസിജ്വൽ ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഡിവിഡൻഡ് പോളിസി എങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ കണ്ടെത്താനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഡിറ്റർമൈൻ ഡിവിഡൻഡ് പെർ ഷെയർ ആൻഡ് ദി എമൗണ്ട് ഓഫ് എക്സ്റ്റേണൽ ഫിനാൻസിങ് ദാറ്റ് വിൽ ബി നെസസറി ഇഫ് എ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഓഫ് 50% ഈസ് മെയിൻറ്റെയിൻഡ്. ഇവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്താണ്? 50% ആണെങ്കിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിവിഡൻഡ് പെർ ഷെയർ കണ്ടെത്താൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ഇതേപോലെ ഞാൻ കോളംസ് ആയിട്ട് കൊടുക്കുന്നു. കാൽക്കുലേറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന ഹെഡിങ് കൊടുക്കുന്നു. ഇയർ, രണ്ടാമത്തേൽ പ്രോഫിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ബാലൻസ്, ദെൻ ഡിവിഡൻഡ് പെർ ഷെയർ ദാറ്റ് ഈസ് DPS, എക്സ്റ്റേണൽ ഫിനാൻസിങ്. ഇത്രയും കോളംസ് ആയിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇയർ 1, 2, 3, 4, 5 വരെ നമ്മൾ കൊടുത്തു. പ്രോഫിറ്റ് 8,000 ആയിരുന്നു തന്നത്. 0 എലിമിനേറ്റ് ചെയ്തിട്ടാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 1000-ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80 lakh എന്ന് വരും. പിന്നെ വരുന്നത് 70 lakh, പിന്നെ 65 lakh, 60 lakh, 50 lakh എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ കൂടെ 3 0 കൂടെ കൂട്ടിക്കൊടുത്താൽ മതി. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റും ഇതേ രൂപത്തിൽ 3 0 എലിമിനേറ്റ് ചെയ്തിട്ടായിരുന്നു തന്നത്. 3,000 ആയിരുന്നു തന്നത്. അത് 30 lakh എന്ന് വരും. 40 lakh, 45 lakh, 70 lakh, 80,000. ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് ആണ്. അതിൽ ഡൗട്ട് വേണ്ട. ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസിന് ഇങ്ങോട്ടേക്ക് പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ 0 കട്ട് ചെയ്തിട്ടായിരുന്നു കൊടുത്തത്, 0 കൊടുത്തു എന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ബാലൻസ് ആണ്. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 80 lakh നിന്നും 30 lakh നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ബാലൻസ്. 80 lakh മൈനസ് 30 lakh എത്ര കിട്ടും? 50 lakh കിട്ടും. 70 lakh മൈനസ് 40 lakh എത്ര കിട്ടും? 30 lakh കിട്ടും. 65 lakh മൈനസ് 45 lakh എത്ര കിട്ടും? 20 lakh എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊക്കെ എന്താണ്? പ്രോഫിറ്റ് കൂടുതലാണ് വരുന്നത്. നിങ്ങൾ നോക്കുക, ഈ 3 കേസിൽ 1, 2, 3 വരെ എന്താണ്? ഇവിടെ പ്രോഫിറ്റ് കൂടുതലാണ്. അപ്പോൾ അവിടെ ബാലൻസ് ആണ് വരുന്നത്. പക്ഷേങ്കിൽ ഇനി അങ്ങോട്ട് നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, 60 lakh, 70 lakh ആണ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് 70 lakh ആണ്. പക്ഷേ പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ? 60 lakh മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബാലൻസിനെ നമ്മൾ എക്സ്റ്റേണൽ ഫിനാൻസിങ് എന്ന് പറയുന്ന കോളത്തിലാണ് കാണിക്കുന്നത്. ഈ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ഫിനാൻസിങ്ങിലൂടെ കണ്ടെത്തണം എന്നുള്ളതാണ്. അതായത് നമുക്ക് ശരിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് 70 lakh ഉണ്ട്, പക്ഷേ പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ? 60 lakh മാത്രമേ ഉള്ളൂ. അപ്പോൾ 10 lakh ബാലൻസ് നമ്മൾ എക്സ്റ്റേണൽ ഫിനാൻസിങ് എന്ന് പറയുന്ന കുളത്ത് കൊടുക്കും. ഇതേപോലെ പ്രോഫിറ്റ് 50 lakh ആണ്, പക്ഷേങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 80 lakh ആണ്. അപ്പോൾ ഇവിടെ 30 lakh ഷോർട്ടേജ് വരുന്നു. അത് എക്സ്റ്റേണൽ ഫിനാൻസിങ് എന്ന് പറയുന്ന കുളത്തിൽ കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിവിടെ DPS കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ഡിവിഡൻഡ് പെർ ഷെയർ. ഇവിടെ ബാലൻസ് മെത്തേഡാണ്, അതായത് റെസിജ്വൽ ഇൻകം ബേസ് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ റെസിജ്വൽ ആയിട്ട് വരുന്നത് എത്രയാണ്? 50 lakh ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവിഡൻഡ് പെർ ഷെയർ കാണും. എങ്ങനെയാണ്? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാലൻസ്, അതായത് എത്രയാണ്? 50 lakh എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ഡിവൈഡഡ് ബൈ 50 lakh ഡിവൈഡഡ് ബൈ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 10 lakh ആണ്. 10 lakh ആണ് ഷെയറിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 50 lakh ഡിവൈഡ് ബൈ 10 lakh കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അതാണ് ഇവിടെ 5 എന്ന് കൊടുത്തിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഇവിടെ 50 lakh ഡിവൈഡ് ബൈ 10 lakh കാണുന്നു. അപ്പോൾ നമുക്ക് 5 കിട്ടും. അതായത് 10 lakh എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റനിൽ തന്ന വാല്യൂസ് ആണ്. അതായത് 10 lakh ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, 10 lakh ഇക്വിറ്റി ഷെയർസ് എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ 10 lakh ആയിട്ട് കൊടുത്തത്. ഇനി രണ്ടാമതും ഇതേപോലെ 30 lakh ഡിവൈഡ് ബൈ 10 lakh കാണുന്നു. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഇനി 20 lakh ഡിവൈഡ് ബൈ 10 lakh കാണുന്നു. അപ്പോൾ 2 എന്ന് കിട്ടും. ഇനി അങ്ങോട്ട് നമുക്ക് ഇൻകം എന്താണ്, കുറവാണ്. അപ്പോൾ അതാണ് നമ്മളെ എക്സ്റ്റേണൽ ഷോർട്ടേജ് എക്സ്റ്റേണൽ ഫിനാൻസിങ് എന്ന് പറയുന്ന കോളത്തിൽ കാണിച്ചത്. അപ്പോൾ അവിടെ DPS നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ DPS കാണുന്നത്. അപ്പോൾ ബാലൻസ് ഇല്ല, അവിടെ ബാലൻസ് കുറവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ DPS വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിങ്ങളോട് പറയുന്നത് 50% ആണ്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയുന്നത് 50% മെയിൻറ്റെയിൻഡ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കോളംസ് വരയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കുക. ഒന്നാമത്തെ കോളം ഇയർ തന്നെ, ഇവിടെ രണ്ടാമത്തെ കോളം പ്രോഫിറ്റ്, മൂന്നാമത്തിൽ നമ്മൾ ഡിവിഡൻഡ് കാണിക്കുന്നു. ഡിവിഡൻഡ് എന്ന് പറയുന്നത് 50% ഓഫ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, പ്രോഫിറ്റിൻ്റെ 50% ആണ് കാണിക്കുന്നത്. 80 lakh ആയിരുന്നു നമ്മുടെ ഒന്നാമത്തെ വർഷം പ്രോഫിറ്റ്. അപ്പോൾ അതിൻ്റെ 50% 40 lakh, 70 lakhൻ്റെ 50% 35 lakh. ഇനി ഇവിടെ 65 lakhൻ്റെ വരുന്ന എത്രയാണ്, 32,50,000 ആണ്. ഇവിടെ ജസ്റ്റ് എമൗണ്ട് നിങ്ങൾ മാറ്റുക, 32,50,000 ആണ്. ഓക്കെ, ആ എമൗണ്ട് മൂന്നാമത്തെ വർഷത്തിൻ്റെ എമൗണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. 32,50,000 ആണ് എമൗണ്ട് വരുന്നത്. ഓക്കെ, 32,50,000. ഇനി നെക്സ്റ്റ് വരുന്ന 60 lakhൻ്റെ 30 lakh വരും, 50 lakhൻ്റെ 25 lakh വരും. ഇവിടെ ഡിവിഡൻഡ് പെർ ഷെയർ DPS കാണുന്നത് എങ്ങനെയാണ്, ഈ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ എന്താണ്, വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്. അപ്പോൾ 40 lakh ഡിവൈഡഡ് ബൈ 10 lakh. ഓക്കെ, ഒന്നാമത്തെ എങ്ങനെയാണ് കാണുന്നത്, 40 lakh ഡിവൈഡഡ് ബൈ എന്ത് വരും, ഡിവൈഡ് ബൈ 10 lakh എന്ന് വരും. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 lakh. അടുത്ത 35 lakh ഡിവൈഡ് ബൈ 10 lakh 3.5 എന്ന് വരും. 32,50,000 ഡിവൈഡ് ബൈ 10 lakh എത്ര വരും, 3.25 എന്ന് വരും. 30 lakh ഡിവൈഡ് ബൈ 10 lakh 3, ദെൻ 25 lakh ഡിവൈഡ് ബൈ 10 lakh 2.5. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഡിവിഡൻഡ് പെർ ഷെയർ വരും. ഇനി നമ്മുടെ ക്വസ്റ്റനിൽ തന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൊടുത്തത്. 30 lakh, 40 lakh, 45 lakh, 70 lakh, 80 lakh. ഇതാണ് നമ്മുടെ ക്വസ്റ്റനിൽ തന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഫിനാൻസിങ് ആവശ്യമാണോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഇവിടെ 30 lakh ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് എത്രയാണ്, 80 lakh ആണ്. ഓക്കെ, അവിടെ ശരിക്കും നമുക്ക് 50 lakh എക്സ്ട്രാ പ്രോഫിറ്റ് വരുന്നുണ്ട്. ഇനി 40 lakh ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 70 lakh പ്രോഫിറ്റ് ആണ്. പക്ഷെങ്കിൽ അവിടെ നമ്മൾ 35 lakh എന്താകുന്നുണ്ട്, ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 40 lakh ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളപ്പോൾ 70 lakh പ്രോഫിറ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെങ്കിൽ അവിടെ 35 lakh ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ശരിക്കും അവിടെ 30 lakh ഡിവിഡൻഡ് മാത്രമേ കൊടുക്കാൻ പറ്റും. അപ്പോൾ 5 lakh നമ്മൾ എക്സ്റ്റേണൽ ഫിനാൻസിങ്ങിലൂടെ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ആ ഒരു ഷോർട്ടേജ് ആണ് ഇവിടെ കാണിക്കുന്നത്, 5 lakh. ഇനി 45 lakh ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, 65 lakh ആണ്. പക്ഷെങ്കിൽ അവിടെ നമ്മൾ 32,50,000 എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 65 lakhൽ നിന്നും 45 lakh കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, 20 lakh മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ 32,50,000 എന്ന് പറയുമ്പോൾ 32,50,000 നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്ര ഷോർട്ടേജ് ഉണ്ടാവും, ഈ 65 lakhൽ നിന്ന് 45 lakh കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 20 lakhന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 12,50,000 ഷോർട്ടേജ് അവിടെ ഉണ്ടാവും. ഓക്കെ, 12,50,000 അതാണ് ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ഫിനാൻസിങ്ങിലൂടെ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഷോർട്ടേജ് നമ്മൾ എക്സ്റ്റേണൽ ഫിനാൻസിങ്ങിൽ കൊടുത്തത്. ഇതേപോലെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് 70 lakh ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 60 lakh ആണ്. അവിടെ നമ്മൾ 30 lakh എന്ത് കൊടുക്കുന്നുണ്ട്, ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല, 10 ലക്ഷം ഷോർട്ടേജ് ആണ്. ആ 10 ലക്ഷം ഷോർട്ടേജും അതേപോലെ തന്നെ 30 lakh നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 30 lakh കൂട്ടിയിട്ട് എത്ര വരും, 40 lakh എക്സ്റ്റേണൽ ഫിനാൻസിങ്ങിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടി വരും, 40 lakh. ഓക്കെ,
ഇനി അടുത്ത 80 ലാക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 50 ലാക്കാണ്. 30 ലക്ഷത്തിൻ്റെ ഷോർട്ടേജ് അവിടെ ഓൾറെഡി വന്നു. 25 ലാക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 30 എന്നതും അതേപോലെ തന്നെ ഈ 25ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 55 ലാക്ക് എക്സ്റ്റേണൽ ഫിനാൻസിങ്ങിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. വീണ്ടും കാണാം. താങ്ക്